ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്കൊരു കമൻറ്റിൽ വന്ന റിക്വസ്റ്റ് പോലത്തെ വന്നൊരു വീഡിയോ ആണ്. അത് പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് തൈരായാലും പാലായാലും അവർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓയിലി സ്കിന്നായിരിക്കും. അപ്പോൾ അത് തന്നെയല്ല, അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അതവർക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു പാക്കും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലേ. അപ്പോൾ തൈര് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പേടി കൂടുതലാണ് ഇതൊക്കെ ഇട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. തൈരിന് അത്രയ്ക്ക് അങ്ങോട്ട് മുഖക്കുരു വരുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖക്കുരു എന്തുകൊണ്ടാണ് വരണതെന്നുള്ളതാണ്. നമുക്ക് മുഖക്കുരു പല കാരണങ്ങൾ കൊണ്ട് വരാം. നമുക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ വരാം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നെറ്റിയിലും ഒക്കെ കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ അതിൻ്റെ റിയാക്ഷനായിട്ട് നമുക്ക് മുഖത്ത് കുരു വരാം. അപ്പോൾ നമുക്ക് ഏത് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മുഖത്ത് കുരു വരണതെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. പിന്നെ നമുക്ക് ഈ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ എണ്ണമെഴുക്കുള്ള സ്കിന്നാണെങ്കിൽ അതിൻ്റെ ആ അഴുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അത് പിമ്പിൾസായിട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം അറിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റീസൺ അനുസരിച്ചുള്ള നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഈ പിമ്പിൾസിന് നമ്മളൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലമാണ് ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് മഞ്ഞളാണ് നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. മഞ്ഞളിൻ്റെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പാക്കല്ല, നിസ്സാരം നമുക്ക് തേനിൽ ഇച്ചിരി മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ആ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം നമുക്ക് തേച്ച് കൊടുക്കാം. അതായത് ചിലപ്പോൾ ചിലപ്പോൾ ഈ ഭാഗങ്ങളിൽ മാത്രമായിരിക്കും, ഈ രണ്ട് സൈഡിലായിരിക്കും. പിന്നെ ചിലവർക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കുത്തു പോലെ അതിങ്ങനെ നല്ല പഴുത്ത് ഉരുണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കൈ അറിയാണ്ട് തന്നെ അതുമിലേക്ക് ചെല്ലും. അപ്പോൾ നമ്മളത് പൊട്ടിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അടുത്തത് വരും. അതിൻ്റെ ആ ഒരു ചിലമൊക്കെ തട്ടുമ്പോൾ അതങ്ങനെ വരും. അപ്പം നമ്മൾ നിങ്ങളങ്ങനെ പൊട്ടിക്കാനായിട്ട് ഞാനൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ടൈമിലാണ് അത് വരിക. അത് വന്നാൽ അത് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ആവും, അത് ഇത്തിരി വലിപ്പത്തിലൊക്കെ വരും. അപ്പോഴും നമുക്ക് ആ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ തോർത്തും കൊണ്ട് വെച്ചിട്ടിങ്ങനെ അതുമ്മ വെച്ചിട്ടിങ്ങനെ ആക്കുള്ളൂ കേട്ടോ. നമ്മുടെ നഖം അതുമ്മ തൊടിയിക്കാറില്ല ഞാൻ. അതിങ്ങനെ വെച്ചിട്ട് പതുക്കെ അമർത്തി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷായിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നഖം തൊടിയിക്കരുത്. നമ്മുടെ ഈ നഖത്തുമ്മലത്തെ ആ റിയാക്ഷൻ നമ്മുടെ സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ ഒരെണ്ണം വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളത് പൊട്ടിക്കും. പക്ഷെ അതങ്ങനെ ചെയ്യരുത്. പിന്നെ ഐസ് ക്യൂബ് എടുക്കുക, മുഖക്കുരുള്ള ഭാഗത്ത് ഇങ്ങനെ അതുമിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അലോവേര ജെല്ല് വീട്ടിലുള്ളതായിക്കോട്ടെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായിക്കോട്ടെ ആ പിമ്പിൾസിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ തേനില്ലെങ്കിൽ വിഷമിക്കേണ്ട. തേനില്ലാത്തവർക്ക് നമ്മുടെ റോസ് വാട്ടറും ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഏതിലേക്കും വേണം. മഞ്ഞൾപ്പൊടി അത് പച്ചമഞ്ഞളിൻ്റെ നീരായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് എടുക്കുക, അത് രണ്ട് മിക്സ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കുക. റോസ് വാട്ടറിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം നമ്മളത് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങളത് ഇടാം കേട്ടോ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ആ പിമ്പിൾസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതൊക്കെ മാറി കിട്ടും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീരകം നമ്മൾ തൈരിൽ അരച്ചിട്ട് നമ്മൾ മുഖത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും മുഖക്കുരു പോകാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. മുഖം ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. ആ തൈരിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും. മുഖക്കുരു പോവും തന്നെയല്ല, മുഖക്കുരുവിൻ്റെ പാടൊക്കെ മാഞ്ഞു കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് ഹോർമോൺ മൂലം ഉണ്ടാവുന്ന പിമ്പിൾസ് ഉണ്ട്. അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചേഞ്ച് നമുക്ക് പുറത്തേക്ക് നല്ല പോലെ കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കൊല്ലങ്ങൾക്ക് മുൻപ് കേട്ടോ. ഒരു 5-8 വർഷം മുൻപ് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു കേട്ടോ. ഈ ഒരു നിറച്ച് കുരുക്കൾ, അത് വലിയ കുരുക്കൾ, മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. മുഖം നമുക്ക് അറിയാലോ, മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നല്ല വേദനയാണ് അല്ലേ. അപ്പോൾ അതിന് ഞാൻ ചെയ്ത എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴുത്ത മാവിൻ്റെ ഇല ഉണ്ടല്ലോ, നല്ല പഴുത്ത് താഴെ വീണല്ല, നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ട് അത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട്
അമ്മീമ്മ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് മുഖത്ത് തേച്ച് ഒരാഴ്ച തേച്ചുള്ളൂ. ഇതുവരയ്ക്ക് എനിക്ക് മുഖത്ത് കുരു വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഹോർമോൺ മൂലമുള്ള ആ ഒരു ഇതിന് നല്ലൊരു ഓപ്ഷനാണ്. നിസ്സാരമാണ്. നമ്മുടെ വീട്ടിലൊക്കെ താഴെ വീണ് പോണ ഇലയാണ് പഴുത്ത മാവിൻ്റെ ഇല. ഇതും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും. ആ മുഖത്ത് ആ പാടും കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു വന്നതിൻ്റെ ആ വൃത്തികേടുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടി നല്ല രീതിക്ക് മുഖം കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. ഞാൻ കുറേ പേർക്ക് ഞാനിങ്ങനെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്തേ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ആ ഒരു പരീക്ഷണം ചെയ്തു നോക്കിയതാണ്. നമുക്ക് പക്ക റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാരണവന്മാർ പറയുന്നത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മുടെ നമ്മുടെ പച്ചമഞ്ഞളും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിടുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ പിമ്പിൾസ് പോകാനുള്ള കാരണങ്ങളാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു സാധനത്തിന് നമുക്ക് മറികടക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ സ്കിന്ന് നാശമാവും തോറും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ പിമ്പിൾസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം ജലാംശം ഉണ്ടായിരിക്കണം. അപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് ചോദിച്ച ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയുണ്ട്. പിന്നെ ഇത് ഇട്ടിട്ട് പോയി കാണിച്ചിട്ട് ഇതേ പോയി എന്ന് പറയാനായിട്ട് എനിക്കൊന്ന് അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒത്തിരി പാക്കുകൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ഇല്ലേ. ഒത്തിരി നാച്ചുറൽ പാക്കുകൾ ഇട്ടിട്ടുണ്ട്. ഒരു പാക്ക് പോലും നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്തതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഒരു വർഷത്തിൻ്റെ അടുത്തേക്കായി ഓരോ പാക്കുകൾ ഇട്ട് ഇങ്ങനെ മുഖം നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പോലും നമുക്ക് ദോഷമായിട്ട് വന്നിട്ടില്ല. അതും എല്ലാവർക്കും അറിയണ കാര്യമാണ്. നാച്ചുറൽ പാക്കാണ്. അപ്പോൾ നമ്മൾ അതന്നെ സ്ഥിരം കൊണ്ട് നടക്കാനായിട്ട് നോക്കാം കേട്ടോ. നാച്ചുറൽ പാക്കാണ് കൂടുതൽ നല്ലത്. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന ഏതെങ്കിലും ക്രീമുകളൊക്കെ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് മുഖക്കുരു വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നാച്ചുറലായിട്ടുള്ള വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ചിലതിനൊക്കെ ഒരു 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുഖക്കുരുവിന് നമ്മൾ ചെയ്യണതിനുള്ള ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.